സംസ്ഥാനത്ത് ചൂടും അൾട്രാവയലറ്റ് വികിരണ തോതും അപകടകരമായ രീതിയിൽ ഉയരുകയാണ്. ഇടുക്കി മൂന്നാറിൽ UV സൂചിക 10-ലെത്തിയതോടെ ആരോഗ്യവകുപ്പ് കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അതേസമയം തന്നെ സംസ്ഥാനത്ത് ഇന്നും വേനൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. അരുൺ സോളമൻ വിശദാംശങ്ങൾ നൽകും. അരുൺ, ചൂടിനെ മാത്രമല്ല ഈ UV റേസിനെ നമ്മൾ പേടിക്കണം. എങ്ങനെയാണ് മഴയുടെ ഒരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്? ശ്രുതി, ആര്യ, നിലവിൽ സംസ്ഥാനത്ത് വീണ്ടും കനത്ത രീതിയിൽ തന്നെ താപനില ഉയരുന്ന ഒരു ഘട്ടമാണ് നിലവിലുള്ളത്. ഇന്നിപ്പോൾ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ അടക്കമുള്ള പ്രത്യേകിച്ചും പാലക്കാട്, എറണാകുളം, തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ താപനില ഉയരുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. 38-37 ഡിഗ്രി സെൽഷ്യസിൽ ഉയർന്ന നിലയിലാണ് ഈ ജില്ലകളിലൊക്കെയും താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ അൾട്രാവയലറ്റ് വികിരണ തോത് കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്നവർ എന്തായാലും കർശനമായ ജാഗ്രത പുലർത്തണം. കാരണം ഈ സൂര്യാഘാതം അടക്കമുള്ളവ ഏൽക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഏറ്റവും പ്രധാനം 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങുന്നവർ പ്രത്യേകിച്ചും കയ്യിൽ കുട കരുതണമെന്നുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം നിലവിൽ നൽകിയിരിക്കുകയാണ്. മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ UVയുടെ തോത് ഇപ്പോൾ 10 ആയിരിക്കും. 10-ന് മുകളിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും അത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഏറ്റവും പ്രധാനം ഈ താപനില ഒരു ഭാഗത്ത് ഉയർന്ന അതിനോടൊപ്പം തന്നെ വേനൽ മഴയും സംസ്ഥാനത്ത് ശക്തമാകുന്ന ഒരു പശ്ചാത്തലമാണ് നിലവിലുള്ളത്. ഇന്നിപ്പോൾ പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനം ഈ ദിവസങ്ങളിലൊക്കെയും ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെയും ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്കാണ് സാധ്യത. ഇന്നലെ തലസ്ഥാനത്താണെങ്കിൽ അമ്പൂരിയിൽ വൈകുന്നേരം ശക്തമായ കാറ്റിൽ വീടിന്റെ ആസ്പെറ്റസ് തകർന്ന വയോധിക മരിച്ച ഒരു ഘട്ടം കൂടി ഉണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ വീട്ടിൽ അടച്ചുറപ്പുള്ള വീടുകളിലായിരിക്കുക, പ്രത്യേകിച്ചും ഈ ഷീറ്റ് ഉള്ള വീടുകളിലൊക്കെ ആയിരിക്കുന്നവർ പ്രത്യേകിച്ചും ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു ഘട്ടം കൂടിയാണ്. എന്തായാലും നാളെ സംസ്ഥാനത്ത് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. യെല്ലോ അലർട്ട് തന്നെയാണ് നിലവിൽ തുടരുന്നത്. എന്തായാലും താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഭക്ഷണം അടക്കമുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെയുള്ള മാറ്റങ്ങൾ എന്തായാലും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതെന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആര്യ, ശ്രുതി. ജാഗ്രത വേണ്ട സമയമാണ്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകി.